ഷൗക്കത്ത് ജയിക്കണേ ആകാശടിഞ്ഞ് വീണു. ഞാനും കൂടെ നിന്ന് തലകുത്തി മറിഞ്ഞാൽ പോലും അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണ് അദ്ദേഹത്തെ പറ്റില്ല എന്ന് പറയുന്നത്. ഇ ഡി സതീശൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വരില്ല. കാരണം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം UDF-നും ജയിക്കാൻ കഴിയില്ല. ഇന്നലെ നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ഒരു സെമി കൊട്ടിക്കലാശമാണ് മൂന്ന് മുന്നണികളും ചേർന്ന് നടത്തിയത്. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പത്താനും എല്ലാം തന്നെ നിലമ്പൂരിൻ്റെ മണ്ണ് ഇളക്കി മറിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ PV അൻവർ ഉണ്ട്. തികച്ചും പര്യടനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോയത് കൂടി PV അൻവറാണ്. ഇന്നലത്തെ ഒറ്റ റോഡ് ഷോ മണ്ഡലത്തിലെ ചിത്രം മാറ്റിമറിച്ചു എന്നാണ് പലരും പറയുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നരേഷനായിരുന്നല്ലോ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. നമ്മൾ തീരെ പ്രകടിതമായ ഒരു പ്രകടനവും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇന്നലെ അറിയാലോ, 2 ദിവസം കൊണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്താണ്. കടുത്ത മഴയായിരുന്നു. എന്നിട്ടും അത്രയും യുവാക്കൾ ഓരോ പഞ്ചായത്തിൽ നിന്നും സെപ്പറേറ്റാണ് വന്നത്. കാരണം അങ്ങനെ വരാൻ ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നു എന്ന് ഇല്ല വാർത്തയാണ് ഉണ്ടാവുക. ഓരോ പഞ്ചായത്തിൽ നിന്നും അവിടുത്തെ ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിലാണ് നിലമ്പൂരിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും നല്ല മഴയായിട്ട് പോലും അത്യാവശ്യം ചെറുപ്പക്കാർ വന്നു. ഒരുപാട് സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. ബൈക്കിൽ അവരെ ഫാമിലിയായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. പിന്നെ മഴയും കാര്യം കണ്ടപ്പോൾ നമ്മൾ തന്നെ നിർദ്ദേശം കൊടുത്തു, ആരെയും വരണ്ട. കാരണം അപ്പോൾ ഒരു സുഖം കിട്ടില്ല. അല്ലെങ്കിൽ ഇന്നലെയുള്ള അത്ര തന്നെ സ്ത്രീകളും ഇതിൽ ഓരോ പുരുഷൻ്റെയും പിന്നെ ഒരു സ്ത്രീ ഉണ്ടാവുമായിരുന്നു. ആ വന്ന ചെറുപ്പക്കാരുടെ ഉമ്മയോ ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും വരാൻ തയ്യാറായിരുന്നു. പിന്നെ ലാസ്റ്റിൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഗതി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചിത്രത്തെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ബാധിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? ഇപ്പോൾ തൃണമൂൽ പാർട്ടിയുടെ ഒരു വിലയിരുത്തലാണ്. അല്ല, അതിൽ നിങ്ങൾ വിലയിരുത്തലൊക്കെ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ വിലയിരുത്തുന്ന എല്ലാ വ്യക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വിലയിരുത്തലുകൾ പരിപൂർണമായും തെറ്റാണ്. പിന്നെ ഈ വാർത്താമാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ നടക്കുന്ന ചർച്ചകൾ അതൊന്നും ജനം ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ജനം ശ്രദ്ധിക്കുന്നത് അവരുടെ എക്സിസ്റ്റൻസാണ്. ആ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ആര് നിലപാട് സ്വീകരിച്ചു, ഈ പോലീസ് രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരുന്നയിച്ചു, ആരതിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി, ഇതെല്ലാമാണ് ജനങ്ങളുടെ ചർച്ച. കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗങ്ങളാണ് ഈ രീതിയിൽ കാർഷിക മേഖല തകർത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ഉള്ളത്. ഈ പുറമോടിയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നത് കേൾക്കാൻ പോലും അവർ നിൽക്കുന്നില്ല. അത്രയും രാഷ്ട്രീയ അതിപ്രസരല്ല. ഒരു 15% ആളുകൾ അത് നോക്കുന്നുണ്ടാവും. അപ്പോഴും UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരമെന്ന് ഇപ്പോഴും ഇന്നും സ്ഥാനാർത്ഥികൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവർത്തിക്കുക. അല്ല, അതവർ വേറെന്താ പറയുക, എന്നിട്ട് മത്സരമെന്ന് ഇവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർക്ക് ആകെ 23-ാം തീയതി റിസൾട്ട് വരെ വരുന്നവരെ പറയാൻ പറ്റുന്നത് എന്താ? അൻവർ ചിത്രത്തിലില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അൻവറല്ല ചിത്രത്തിൽ, ജനങ്ങളാണ് ചിത്രത്തിൽ. ആ ജനം അത് അറിയുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലക്ക് ഞാൻ ജയിച്ചു കയറും. ഇനിയുള്ള 2 ദിവസം അപ്പോൾ ഇത് സമാനമായ രീതിയിലുള്ള പ്രചാരണങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് എന്താ പറയുക, എല്ലാം കൂടെ ചെയ്യാനും ഞാനൊരു മനുഷ്യനല്ലേ ഉള്ളൂ. മറ്റൊരു 139 MLA-മാരും മന്ത്രിമാരും MP-മാരും അന്യസംസ്ഥാന മുഖ്യമന്ത്രികളും എല്ലാം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പല പരിമിതികളുണ്ട്. അതിൻ്റെ അകത്ത് പലതും ചെയ്യണം, ഒരേ സമയത്ത് പലതും ചെയ്യണം. അപ്പോൾ എന്താ നാളെ ചെയ്യുക ചോദിച്ചാൽ, അടുത്ത മണിക്കൂറിൽ ഞാൻ എന്താ ചെയ്യുക ചോദിച്ചാൽ എനിക്ക് കൃത്യമായ പ്ലാനില്ല. കാരണം നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൾ നമുക്ക് വരും. ആ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. ഇങ്ങനെ പോകുന്നു. ഈ അവസാന നിമിഷവും മറ്റുള്ളവർക്ക് പറയുന്നത് അൻവറിൻ്റെ പരസ്യ പ്രചാരണത്തെക്കാൾ ഒരുപക്ഷെ അവർ ആശങ്കപ്പെടുത്തുന്നത് അൻവർ നടത്തുന്ന രഹസ്യ പ്രചാരണമാണ്. അതിന് അവർ ആശങ്കപ്പെട്ടൊരു കാര്യമില്ല. ആ ആശങ്ക അവർക്ക് ശരിയാണ് എന്നുള്ളത് 23-ാം തീയതി മനസ്സിലാവും. അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. 23-ന് ശേഷം PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താവും? അല്ല, അതിനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ബേജാറേണ്ട കാര്യം? 23-ാം തീയതിന് ശേഷമുള്ള എൻ്റെ രാഷ്ട്രീയ ഭാവി നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണല്ലോ. ആ തീരുമാനം ഉണ്ടാവും. അതിനുശേഷം ജനങ്ങളുമായി ഞാൻ ഇനി എന്ത് പൊളിറ്റിക്കൽ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിലും നമ്മുടെ പ്രവർത്തകരും ഇടത്തരക്കാരുമായ ആളുകളും ആയിട്ട് ആലോചിച്ചിട്ട് തന്നെ എടുക്കുള്ളൂ. അപ്പം ഒരു സർപ്പം ഒരു മാളത്തിന് നമ്മൾ കടിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വന്നതും എന്താ പറയുക, സംരക്ഷണം പ്രതീക്ഷിച്ച് നിന്നിടത്തും അവിടെയും എന്താ പറയുക സർപ്പക്കടി തന്നെയാണ്. അപ്പോൾ ഇനി എനിക്ക് ഒരുപാട് ആലോചിക്കണം ഒരു പൊളിറ്റിക്കൽ സ്റ്റെപ്പ് എങ്ങനെ അത് മുന്നോട്ട് പോകണമെന്നുള്ളത്. ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഞാൻ പൊതുവിൽ ആളുകളെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ പല ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായി ഞാൻ പരാജയപ്പെടാറില്ല. ഇനിയും UDF എന്ന് പറയുന്ന ഒരു ചിത്രത്തേക്ക് ഒരു സാധ്യത ഇപ്പോഴും VD സതീശൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വരില്ല. കാരണം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം UDFനും ജയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് പല പരിമിതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കേസുകൾ പിണറായിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പറവൂരിൽ അദ്ദേഹത്തിന് വിജയിച്ച് കയറണമെങ്കിൽ CPIൻ്റെ ഒന്നിനും പറ്റാത്ത ഇതേപോലുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ വേണം. അപ്പം സ്വാഭാവികമായിട്ടും ആ അഡ്ജസ്റ്റ്മെൻറ്റ് പൊട്ടാൻ പോവാണ്. പിണറായി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഒരു പ്രധാന സംഗതി ഇത് തന്നെയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് ശക്തനായ പോരാളിയെ നിർത്തി നിയമസഭ കാണിക്കില്ല അൻവറിനെ കൂടെ കൂട്ടിയാലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ പറയുന്ന പുനർജനിയുടെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുകയും എന്നെപ്പോലെയുള്ള ആളുകളെ എന്താ പറയുക തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും പിണറായിസത്തിനെതിരെ ആത്മാർത്ഥമായി പറയുകയും ആ പറയുന്ന കാര്യം പ്രാവർത്തികമാക്കാൻ പിണറായിസത്തെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന കാലത്തോളം ഒരു കാര്യമില്ല. നിലമ്പൂരിൽ ആരുടെ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും VD സതീശൻ UDFിൽ വീണ്ടും കരുത്തരാവുന്ന ഒരു സാഹചര്യമാണല്ലോ സൃഷ്ടിക്കപ്പെടുക. അതൊക്കെ വേറെ വിഷയം. ഞാൻ ഈ പറഞ്ഞിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഷൗക്കത്ത് ജയിക്കണേ ആകാശം ഇടിഞ്ഞ് വീണം. ആരാ വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിലെ പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകാശിൻ്റെ മകൾ പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടാണ്. ആ ടീമിൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ജോയ് ടീം നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അവരത് മറന്നിട്ടുണ്ടോ? ഇവിടുത്തെ വ്യാപാരികൾ ഒരാൾ വോട്ട് ചെയ്യുമോ? പിന്നെ ആര് വോട്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ? ഞാനതുകൊണ്ടല്ലേ പിന്മാറിയത്. ഞാനും കൂടെ നിന്ന് തലകുത്തി മറിഞ്ഞാൽ പോലും അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണ് അദ്ദേഹത്തെ പറ്റില്ല എന്ന് പറയുന്നത്. ഞാനും കൂടെ നിന്നിട്ട് അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്താ സ്ഥിതി? പിണറായി അവസാനിച്ചു, അൻവറിൻ്റെ രാഷ്ട്രീയം അവസാനിച്ചു, ആൻറ്റി ഇൻകംബൻസി അവസാനിച്ചു. ഇതല്ലേ ഇതിൽ പരമപ്രധാനമായി കണക്കൂട്ടേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉടനെ PV അൻവർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം അത് യാദൃച്ഛികമായിരുന്നില്ല, അല്ലെങ്കിൽ വൈകാരികമായിരുന്നില്ല, മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന് തന്നെയാണ്. അല്ല, അത് വസ്തുതയാണ്. എനിക്ക് ഇന്നും നാളെയും മറ്റന്നാളും പറയാനുള്ളതാണ്. ഇന്നലെയും ഞാൻ അതാ പറഞ്ഞത്. അദ്ദേഹത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഉൾക്കൊള്ളില്ല. ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും എന്തായാലും രാഷ്ട്രീയമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും കൂടെ നിൽക്കുക എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടാവും. പൊതുസമൂഹത്തിന് ഒരു വോട്ടും കിട്ടില്ല, ഒരു വോട്ടും കിട്ടില്ല. അതാണ് വസ്തുത. അതുകൊണ്ടല്ല എനിക്ക് അദ്ദേഹത്തോടുള്ള വിരോധം, ചെറിയ വിരോധം ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അത് പിണറായി ഇദ്ദേഹത്തെയും വെച്ച് നോക്കുമ്പം ഇത് 10ഉം അത് 90ഉമാണ്. ആനയും അമ്പാരിയും തമ്മിലുള്ള വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? അതാണ് വസ്തുത. ഇനി കൊട്ടിക്കലാശം എവിടെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യം തീരുമാനമായത്? ഇല്ല, കൊട്ടിക്കലാശം നിലമ്പൂരിലായിരിക്കും. കാരണം പോലീസാണത് ഓരോ പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും സ്ഥലം നിശ്ചയിച്ചു കൊടുക്കും. ഇതുപോലൊരു ജനാരവം സൃഷ്ടിക്കാൻ അത്ര വലിയ ജനാരവത്തിന് നിൽക്കുന്നത് നമ്മൾ ഫീൽഡിലാണ് നമ്മളെ പ്രവർത്തകരൊക്കെ ഉള്ളത്. നമുക്ക് ആകെ 2 ദിവസമല്ലേ, ആകെ 4 ദിവസത്തെ വർക്കാണ് നമ്മൾ നടത്തിയത്. മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും അൻവറിന്റെ പ്രചാരണം എത്തിയോ? തീർച്ചയായിട്ടും അതിലൊരു 90% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്നും നാളെയായിട്ട് അത് പരമാവധി സെക്കൻഡ് റൗണ്ടിൽ ഫുള്ള് കവർ ചെയ്യും. അതാണ് പ്രചാരണം പൂർത്തിയായി. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായി. വലിയ വിജയപ്രതീക്ഷയിലാണ് PV അൻവർ നിൽക്കുന്നത്. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായി. ഇനി ഈ 2 ദിവസം കൊണ്ട് മണ്ഡലത്തിൽ ബാക്കിയുള്ള വീടുകളിൽ കൂടി എത്തി വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് അൻവർ ലക്ഷ്യം. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.